നമസ്തേ. 40 ദിവസങ്ങളുണ്ട് ഈ നോമ്പുകാലം. തിരുവെഴുത്തിലെ ഈ 40 ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം. നോഹയുടെ ആയുസ്സിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്ന് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ശരിക്കും നോമ്പ് ഒരു മഴപ്പെയ്ത്താണ്. നീതിമാന്മാർക്ക് ഇത് കൃപയുടെ മഴയാണ്. ശുദ്ധീകരണത്തിന്റെ വലിയ ദിവസങ്ങളാണ്. ആത്മതപനത്തിന്റെ വൻ നാളുകളാണ്. ഉള്ളയവും ആന്തരിക സമാധാനവുമുള്ള ഒരു പെട്ടകയാത്രയാണ്. എന്നാലോ തിന്മപ്പെട്ടവർക്ക് ഇത് പ്രളയത്തിന്റെ മഴയാണ്. പിശാചുകൾക്ക് പരാജയത്തിന്റെ നാളുകളാണ്. അതിക്രമക്കാർക്കും അവരുടെ തലമുറയ്ക്കും ശാപത്തിന്റെ ദിവസങ്ങളാണ്. കൃപ പെയ്യുന്ന ഈ രാപകലുകളിൽ നോമ്പാകുന്ന പെട്ടകത്തിനുള്ളിൽ കയറുക. അതിനുള്ളിൽ ലയമുണ്ട്. പുറത്ത് പ്രളയമാണ് സുഹൃത്തെ. എല്ലാത്തരം അഹന്തകളെയും മുക്കിക്കൊല്ലുന്ന വെള്ളപ്പൊക്കമാണ്. ഓരോരുത്തനും താൻ്റെ വഴി വഷളാക്കുന്ന നേരത്താണ് വെള്ളം കയറുന്നത്. നമുക്ക് നിലയും നിലനിൽപ്പുമില്ലാതെ വരുന്നതും അപ്പോഴാണ്. മറക്കരുത്. ദൈവം പറഞ്ഞ അളവിലാണ് നോഹ പെട്ടകം പണിതത്. ദൈവഹിതമനുസരിച്ച് തന്നെ നോമ്പിന്റെ നാളുകളെ രൂപപ്പെടുത്തുക. കൽപ്പനകളിൽ അളവ് വ്യത്യാസം കാട്ടാതിരിക്കുക. ആരാധനാ ജീവിതത്തിൽ വെള്ളം ചേർക്കരുത്. ചേർത്താലോ വെള്ളം മുങ്ങുമെന്ന് നിശ്ചയം സുഹൃത്തെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നീതിമാനും വിശുദ്ധനുമായ നോഹ നോമ്പിനാൽ ശ്രേഷ്ഠനായി തീർന്നു. നാശകരമായ പ്രളയത്തിൽ നിന്ന് അവൻ രക്ഷ പ്രാപിച്ചു. അവൻ പ്രളയത്തിന്മീതെ 40 ദിവസം യാത്ര ചെയ്തു. ഈ നോമ്പിൽ ഞങ്ങളെയും കാത്തുകൊള്ളണമേ. ആമേൻ. ആദരവോടെ സഖേർ.